അറബി ഭാഷ വളരെ സിമ്പിളാണ്, ലളിതമാണ്. വലിയ ഒരു ഗ്രാമർ ഒന്നും പഠിക്കാതെ ആർക്കും, അക്ഷരങ്ങൾ പോലും പഠിക്കാതെ അറബി ഭാഷ പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് സീറോയിൽ നിന്ന് അറബി ഭാഷ ഒട്ടും അറിയാത്ത ആളുകൾക്ക്, സീറോയിൽ നിന്ന് പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു 10 ദിവസത്തെ വളരെ സീറോയിൽ നിന്ന് പഠിക്കുന്നവർക്ക് വേണ്ടി 10 ദിവസത്തെ ഒരു എപ്പിസോഡാണ് തുടങ്ങാൻ പോകുന്നത് ഇന്നു മുതൽ. അതുകൊണ്ട് തന്നെ ചെറിയ സമയം ഉണ്ടാവുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ 1 by 1 ആയിട്ട് നിങ്ങളത് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഒന്ന് തുടങ്ങിയാൽ നമ്മൾ ആദ്യമായി അറബി ഭാഷയുടെ താക്കോൽ കൂട്ടം എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൊനൗൺസുകൾ അഥവാ ദമീറുകൾ എന്ന് പറയും. ഓക്കെ, അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഹുവയെ പരിചയപ്പെട്ടാൽ മതി. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, അദ്ദേഹം, അയാൾ എന്നാണ്. അപ്പം ഞാൻ പറയാണ് ജോൺ. ഹുവ, ജോൺ ഇവിടെ ഉണ്ട്, അദ്ദേഹം വന്നില്ല, ഈ രീതി പറയുമല്ലോ. അപ്പോൾ അദ്ദേഹം എന്നതിനും അവൻ എന്നതിനും അയാൾ എന്നതിനും വ്യത്യസ്തമായ വാക്ക് മലയാളത്തിലുണ്ടെങ്കിലും അറബിയിൽ എന്തേ ഉള്ളൂ? ഹുവ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതിൻ്റെ അതേപോലത്തെ ഒന്നാണ് ഹാദ. ഹാദ ഇദ്ദേഹം, ഇയാൾ, ഇവൻ എന്ന് പറയുന്നതിനാണ്, അത് അവൻ പറയുന്നതിന് പറയും. അപ്പോൾ ഒന്നാമത്തത് ഹുവയാണ്. ഈ പ്രൊണൗൺസുകളുടെ ദമീറുകളിലെ ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തെ മറ്റു നമുക്ക് പഠിക്കാനുള്ളത് അനയാണ്. എന്താണ് അന? അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. അന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. അപ്പോൾ നമുക്ക് പറയാം ഞാൻ. ഇനി ഇതിൻ്റെ 2 ഉദാഹരണങ്ങൾ പഠിച്ച ശേഷം നമുക്ക് മറ്റുള്ളതിലേക്ക് ഒന്ന് പോകാം. ഒന്ന് നോക്കൂ, നിങ്ങൾ ഇതാ നോക്കൂ, കാണുന്നുണ്ടോ? അന ജോൺ. ഒന്നും അറിയാത്ത, സീറോയിൽ നിന്ന് ആദ്യമായി അറബി പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ പറയാൻ സാധിക്കും. ഞാൻ എന്ന വാക്ക് അറബിയിൽ അന എന്നാണ്. അപ്പം എന്താ പറയുന്നത്? അന ജോൺ. അന ജോൺ. എൻ്റെ പേര് പറയുക അന സയ്യിദ്. നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞു നോക്കി, അന എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയാം. പേര് പറയുമ്പോൾ 3 രീതിയുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം ഞാൻ ഇന്ന ആളാണ് എന്ന അർത്ഥത്തിനാണ് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ പ്രൊഫഷൻ കൂടി പറയണം. എങ്ങനെ പറയണം? ആ പ്രൊഫഷൻ, ഇപ്പോൾ 10ഓളം പ്രൊഫഷനുകൾ നമ്മൾ ഇതേ വീഡിയോയിൽ തന്നെ പറയും. ഒന്ന് പറയാം, അന മുഹന്ദിസ്. അന മുഹന്ദിസ്. എൻജിനീയർക്ക് അറബിയിൽ മുഹന്ദിസ് എന്ന് പറയും. ഓക്കെ ആണോ? അന മുഹന്ദിസ്. അപ്പോൾ പറയാം നമുക്ക് അന സയ്യിദ്, അന മുദർരിസ്. എൻ്റെ പേരെന്താണ്? സയ്യിദ് എന്നാണ്. എൻ്റെ പ്രൊഫഷൻ മുദർരിസ് എന്നാണ്. നിങ്ങൾ പറയും ഒരു ഡോക്ടറാണെങ്കിൽ അന, പേര് പറഞ്ഞോളി, അന ജോൺ, അന തബീബ്, അന ഡോക്ടർ. ഇങ്ങനെ പേരും പ്രൊഫഷനും, ആ പ്രൊഫഷൻ്റെ വേർഡ് നിങ്ങൾ കണ്ടെത്തുക, അത് നിങ്ങൾ പറയുക. ഓക്കെ, ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ നമുക്ക് പറയാം.